നമസ്കാരം. ഭൂമി കയ്യേറി സ്വന്തം റിസോർട്ട് പണിതിട്ട പ്രതിപക്ഷത്തിരുന്ന് ആദർശം പറയുന്ന മാത്യു കുഴൽനാടനെതിരെയുള്ള നിയമ നടപടി കോൺഗ്രസ് അടക്കം പ്രതിപക്ഷത്തെ ഇത്തരം കപട ആദർശവാന്മാർക്കെതിരെയുള്ള മുന്നറിയിപ്പാണ്. ചിന്നക്കനാലിലെ റിസോർട്ട് ഭൂമി ഇടപാടിൽ മാത്യു കുഴൽനാടൻ MLA-ക്കെതിരെ നിയമ ക്രിമിനൽ നടപടികൾ തുടരുകയാണ്. കേസിൽ ഇടുക്കി വിജിലൻസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇടപാടിൽ ക്രമക്കേടുണ്ടെന്നറിഞ്ഞിട്ടും മാത്യു ഭൂമി വാങ്ങിയെന്നാണ് പ്രാഥമിക അന്വേഷണ റിപ്പോർട്ടിൽ പറയുന്നത്. മിച്ചഭൂമി കേസിൽ ഉൾപ്പെട്ട ഭൂമിയിലാണ് ഇപ്പോൾ റിസോർട്ട് നിൽക്കുന്നത്. എന്നാൽ ഇത് കേസിൽ ഉൾപ്പെട്ടതിനാൽ രജിസ്ട്രേഷനോ പോക്കുവരവോ സാധ്യമല്ല. ഈ വ്യവസ്ഥ നിലനിൽക്കെയാണ് മാത്യു സ്ഥലം വാങ്ങിയെന്നാണ് വിജിലൻസ് ചൂണ്ടിക്കാട്ടുന്നത്. സർക്കാർ ഉദ്യോഗസ്ഥർ, പഞ്ചായത്ത് അധികൃതർ, ഇടനിലക്കാർ ഉൾപ്പെടെ 21 പ്രതികളാണ് കേസിലുള്ളത്. അതിൽ 16ാം പ്രതിയാണ് മാത്യു കുഴൽനാടൻ. ഉടുമ്പൻചോല തഹസിൽദാർ PK ഷാജിയാണ് കേസിലെ 1ാം പ്രതി. ചിന്നക്കനാൽ പഞ്ചായത്ത് സെക്രട്ടറിമാരും കേസിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുണ്ട്. 2012 മുതലുള്ള ക്രമക്കേടുകൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ക്രമവിരുദ്ധമായി ഭൂമി കൈമാറ്റം ചെയ്യുന്നതിനായി ഇദ്ദേഹം ഇടപെട്ടുവെന്നും FIR-ൽ പറയുന്നുണ്ട്. ഇതിനൊക്കെ പുറമെ കഴിഞ്ഞ ദിവസമാണ് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ മകൾക്കുമെതിരെയുള്ള വ്യാജ ആരോപണങ്ങൾ കോടതിയിൽ എത്തിച്ച് അതിന്റെ പേരിൽ കോടതിയിൽ നിന്ന് തന്നെ വളരെ പരിതാപകരമായ ആഘാതം ഏറ്റുവാങ്ങി മടങ്ങേണ്ടി വന്ന അവസ്ഥയായിരുന്നു മാത്യു കുഴൽനാടൻ്റേത്. ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ UDF-നുള്ളിൽ തന്നെ അതൃപ്തി ഉണ്ടാക്കിയിട്ടുണ്ട്. രാഷ്ട്രീയ ആരോപണത്തിലൂടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ഒരു വലിയ പുകമറ സൃഷ്ടിക്കാനുള്ള അവസരം നഷ്ടപ്പെടുത്തിയതിൽ കുഴൽനാടന്റെ എടുത്തുചാട്ടമാണെന്നാണ് ഇപ്പോഴുള്ള വിലയിരുത്തൽ. വിധിയിൽ തങ്ങൾക്കെതിരായ സൂചനകൾ ഉണ്ടായതും രാഷ്ട്രീയ പ്രേരിതമെന്ന് കോടതി പരാമർശവും UDF നേതാക്കളെ നല്ല രീതിയിൽ തന്നെ അസ്വസ്ഥരാക്കിയിട്ടുണ്ട്. അടുത്ത UDF യോഗത്തിൽ ഈ വിഷയം ഉന്നയിക്കാനാണ് ഘടകകക്ഷികളുടെ ഇപ്പോഴത്തെ പ്രധാനപ്പെട്ട ആലോചന. ആദായ നികുതി മന്ത്രാലയത്തിന്റെ ഇന്ററിം സെറ്റിൽമെന്റ് ബോർഡിൽ പരാമർശമുണ്ടെന്ന് ആരോപിച്ചാണ് മാത്യു കുഴൽനാടൻ വിഷയം സഭയിലെത്തിച്ചത്. പാർലമെന്ററി പാർട്ടി യോഗത്തിൽ ആലോചിക്കാതെയായിരുന്നു ഇത് നടന്നത്. UDF നേതാക്കളായ ഉമ്മൻചാണ്ടി, PK കുഞ്ഞാലിക്കുട്ടി, രമേശ് ചെന്നിത്തല തുടങ്ങിയവർ പണം വാങ്ങിയതായി റിപ്പോർട്ടിൽ പരാമർശവുമുണ്ട്. പണം വാങ്ങിയെന്ന് അവർ സമ്മതിച്ചിട്ടുമുണ്ട്. റിപ്പോർട്ടിൽ പറയുന്ന PV താനല്ലെന്ന് ധൈര്യത്തോടെ ഊർജ്ജസ്വലനായി പറഞ്ഞത് മുഖ്യമന്ത്രി മാത്രമാണ്. ഈ ഒരു വിഷയം മുന്നോട്ട് കൊണ്ടുവരുന്നതിനെപ്പറ്റി UDF നേതാക്കൾ അംഗീകരിച്ചിരുന്നില്ല. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ കുഴൽനാടൻ നടത്തുന്ന യുദ്ധപ്പോര് പാഴാകുമെന്ന മുന്നറിയിപ്പും കുഴൽനാടന് പലരും പലവട്ടവും നൽകിയിരുന്നു. മുന്നണിയെ പ്രതിസന്ധിയിലാക്കിയ കുഴൽനാടനോട് മുസ്ലിം ലീഗിനും കേരള കോൺഗ്രസിനും നല്ല ചൊറിച്ചിലുണ്ട്. പക്വതയില്ലാത്ത നടപടി കൊണ്ടുണ്ടായ നല്ല അടാറ തിരിച്ചടിയെന്നായിരുന്നു ഒരു മുസ്ലിം ലീഗ് നേതാവിന്റെ പ്രതികരണം. തെരഞ്ഞെടുപ്പിന് മുമ്പ് വിധി വരാത്തത് ഭാഗ്യമാണെന്നും മറിച്ച് സംഭവിച്ചിരുന്നെങ്കിൽ തോൽവിക്ക് വേറൊരു കാരണം കൂടി കണ്ടെത്തേണ്ടി വരില്ലായിരുന്നു എന്നൊക്കെയാണ് മറ്റൊരു പ്രമുഖ UDF നേതാവിന്റെ അഭിപ്രായം. വിധിയിൽ പരസ്യമായി ഒന്ന് പ്രതികരിക്കാനോ കുഴൽനാടനെ പിന്തുണയ്ക്കാനോ കോൺഗ്രസ് നേതാക്കൾ ഒരാൾ പോലും രംഗത്ത് വന്നിട്ടില്ല. നേരത്തെ കുഴൽനാടന് പിന്തുണ നൽകിയ VD സതീശൻ പോലും വിധി വന്ന ശേഷം ഒന്നും പ്രതികരിച്ചിട്ടില്ല. ചൊവ്വാഴ്ച മാധ്യമങ്ങളെ കണ്ട സുധാകരനും ഒന്നും വേണ്ടിയിട്ടില്ല. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഊഹിക്കാം എന്താണ് അവരുടെ മനസ്സിലുള്ളതെന്ന്. ശേഷം കോടതിയിൽ നിന്നേറ്റ കനത്ത പ്രഹരത്തിന്റെ വല്ലാത്തൊരു ക്ഷീണവുമായി മാധ്യമങ്ങളെ കണ്ട് മാത്യു കുഴൽനാടൻ ചോദ്യങ്ങൾക്ക് ബബ്ബ അടിച്ചുകൊണ്ട് പതറിയ അവസ്ഥയാണ് കാണാൻ കഴിഞ്ഞത്. മുഖ്യമന്ത്രിക്കും മകൾക്കുമെതിരെ വിജിലൻസ് അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജി തള്ളിയ വിധിയിൽ കോടതി ഉയർത്തിക്കാട്ടിയ ഒരൊറ്റ ചോദ്യങ്ങൾക്ക് പോലും കുഴൽനാടന് വ്യക്തമായ രീതിയിൽ മറുപടി പറയാൻ പോലും കഴിഞ്ഞിട്ടില്ല. പ്രതീക്ഷയ്ക്ക് വിപരീതമായി ഏറ്റ തിരിച്ചടിയാണ് വിധിയെന്നും ഹൈക്കോടതിയിൽ സമയമെടുത്ത് അപ്പീൽ നൽകുമെന്നും കുഴൽനാടൻ പറഞ്ഞിട്ടുണ്ട്. കോടതി വ്യക്തമായി പറഞ്ഞ കാര്യങ്ങളെ ഒട്ടും സീരിയസ്നെസ് ഇല്ലാതെയുള്ള വാദങ്ങളോടെയാണ് കുഴൽനാടൻ തുറന്നു നിരത്തിയത്. നൽകിയ ഹർജിയും രേഖകളും എൻ്റെ ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. അതിൽ ഉറച്ചു നിൽക്കുന്നു. ഹൈക്കോടതിയിൽ അപ്പീൽ പോകാൻ വേണ്ടിയാണ് ഈ ഹർജി നൽകിയത്. ഇപ്പോൾ രേഖകളൊന്നും മാധ്യമങ്ങൾക്ക് നൽകാനാകില്ല. വിധി വന്ന ദിവസം എന്നെ ക്രൂശിക്കുകയായിരുന്നു. അങ്ങനെ കുഴൽനാടൻ്റെ കുഴലൂത്ത് പരിപാടി അവസാനിക്കുമോ എന്നത് ഇനി കണ്ടറിയണം.